ഓക്കെ, സോ സ്മാർട്ട് ഫോൺ ലോഞ്ചും റിലീസും നോക്കുകയാണെങ്കിൽ നവംബർ ഡിസംബർ നല്ല തണുത്ത മാസങ്ങളായിരുന്നു. സെയിൽസ് ഒരുപാട് നടന്നു കേട്ടോ. സോ ഈ ഓഫർ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ സെയിൽസ് ആണ് നടന്നത്. പക്ഷേ പുതിയ ഫോണുകളുടെ ലോഞ്ചും റിലീസൊക്കെ കുറവായിരുന്നു. അതിൻ്റെ മെയിൻ കാരണവും ഈ ഒരു ചറവറ ഓഫർ സീസൺ ഒന്നിന് പുറകെ ഒന്ന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് പഴയ മോഡൽസിലാണ്. കാരണം പഴയ മോഡൽസ് ഡിസ്കൗണ്ട് സഹിതമാണ് ഈ ഓൺലൈനിൽ ഓഫ്ലൈൻ സ്റ്റോർസിലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് പഴയ ഫോൺസിനാണ്. എന്തായാലും ജാനുവരി മാസം ഒരുപാട് നല്ല ഫോൺസ്, ഫ്ലാഗ്ഷിപ്പ് ഫോൺസ്, ബഡ്ജറ്റ് ഫോൺസ്, മിക്ക എല്ലാ കമ്പനികളുടെ സൈഡിലുള്ള സ്മാർട്ട് ഫോൺസ് നമുക്ക് കാണാൻ കഴിയും ജാനുവരിയിൽ. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത മാസം, അതായത് അല്ലെങ്കിൽ അടുത്ത വർഷം, സോ അടുത്ത മാസം ജാനുവരി 2021 വരാനിരിക്കുന്ന നല്ല കിടിലൻ ഫോൺസിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. നമ്മൾ റോഡ് ടു 250K സബ്സ്ക്രൈബേഴ്സ് ആണ്. ചിലപ്പോൾ ഈ വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ബ്രാൻഡാണ് ഷവോമി. ഷവോമിയുടെ Mi 10i 5G ഫോൺ കൺഫേംഡ് ആണ്. ടീസറൊക്കെ വന്നിരുന്നു, ടീസർ ഫോട്ടോ വന്നിരുന്നു. ഫോട്ടോയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ 108 മെഗാ പിക്സൽ എന്ന് എഴുതിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും 108 മെഗാ പിക്സലിൻ്റെ ഒരു ഫോണായിരിക്കും Mi 10i 5G. ഒരു 5G ഫോണാണ്, 750G ആണ് പ്രൊസസ്സർ. നമ്മളെല്ലാവരും വിചാരിച്ചത് ഈ ഒരു എക്സാക്ട്ലി ഇതേ സ്പെസിഫിക്കേഷനുമായിട്ട് വരാൻ പോകുന്ന ഫോൺ മിക്കവാറും Redmi Note 10 Pro ആയിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിച്ചത്. പക്ഷേ അങ്ങനെയല്ല. Note 10 Pro അല്ലെങ്കിൽ Note 10 സീരീസ് വരാൻ ഇനിയും സമയമുണ്ട്. സോ എനിക്കൊന്ന് മിക്കവാറും ഫെബ്രുവരിയിലേക്ക് മാർച്ച് ആവും. അടുത്ത മാസം വരാൻ പോകുന്നത് Mi 10i 5G ആണ്. സൂപ്പർ ആമുലേറ്റ് ഡിസ്പ്ലേ അല്ല, IPS LCD ഡിസ്പ്ലേ ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ 750G 5G പ്രൊസസ്സറാണ്. 108 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. 4800 mAh ആയിരിക്കും ബാറ്ററി. സോ നല്ല സ്പെസിഫിക്കേഷൻസ് തന്നെയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. മിക്കവാറും 20 to 25,000 ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും വരുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ഏത് പ്രൈസ് കാറ്റഗറിയിലാണ് ഷവോമി ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഫോണാണ് ഷവോമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഷവോമി M11 സീരീസ്. സോ ഈ വർഷം ഇറങ്ങിയ M10 സീരീസിൻ്റെ നെക്സ്റ്റ് വെർഷനാണ് M11 സീരീസ്. തീർച്ചയായിട്ടും ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 888. സോ അടുത്ത വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 888 വരാൻ പോകുന്നത്. കാരണം സ്നാപ്ഡ്രാഗൻ്റെ അല്ലെങ്കിൽ ക്വാൾകോമിൻ്റെ ഒരു ലോഞ്ച് ഇവൻറ്റ് ഉണ്ടായിരുന്നല്ലോ, സ്നാപ്ഡ്രാഗൺ 888 ലോഞ്ച് ഇവൻറ്റ്. അതിൽ ക്ലിയർലി പറഞ്ഞൊരു സംഭവമാണ് ഷവോമിയുടെ Mi 11 ആയിരിക്കും ഈ 888 വരുന്ന ഫസ്റ്റ് ഫോൺ. Mi 11 സീരീസിൻ്റെ ചൈനയിലുള്ള ലോഞ്ച് ഡേറ്റ് കൺഫേംഡ് ആണ്, 28-ാം തീയതിയാണ്. സോ ഓൾമോസ്റ്റ് നമുക്ക് പറയാൻ പറ്റും അടുത്ത മാസം ചിലപ്പം ഇന്ത്യയിലും ലോഞ്ച് കാണും. റിലീസ് ചിലപ്പം ഫെബ്രുവരി ആയിരിക്കും. സെയിൽസ് ഒക്കെ ചിലപ്പോൾ മിക്കവാറും ഫെബ്രുവരി ആണെങ്കിലും ഇതിൻ്റെ ലോഞ്ച് എന്തായാലും ജാനുവരിയിൽ നടക്കും. റൂമേർഡ് സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു സൂപ്പർ ആമുലേറ്റ് ഡിസ്പ്ലേ ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ ഞാൻ പറഞ്ഞ പോലെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 888 ആണ്. 108 മെഗാ പിക്സലിൻ്റെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് കാണും. 4500 mAh ആ ഒരു റേഞ്ചിലുള്ള ഒരു ബാറ്ററിയും കാണും. നെക്സ്റ്റ് ബ്രാൻഡ് സ്വയം ഇൻഡിപെൻഡൻറ്റ് ബ്രാൻഡാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും വരുന്ന ഫോൺസൊക്കെ മിക്കതും റീബ്രാൻഡഡ് ഫോൺസ് ആണ്. ആ ഒരു ബ്രാൻഡാണ് പോക്കോ ഫോണാണ്. പോക്കോൻ്റെ പോക്കോ M3. പോക്കോ M3യുടെ ഗ്ലോബൽ ലോഞ്ച് കഴിഞ്ഞതാണ്, യൂറോപ്യൻ ലോഞ്ച് കഴിഞ്ഞതാണ്. സോ എന്തായാലും ഇന്ത്യയിലേക്കും വരും. ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി വന്ന് കഴിഞ്ഞു എന്ന് പറയാം. സോ Redmi 9 പവർ ഉണ്ടല്ലോ, സെയിം ആണ്, പോക്കോ M3 ആണ്. ഡിസൈനിൽ വ്യത്യാസം കാണും. ഫ്രാങ്ക്ലി പോക്കോ M3ൻ്റെ ഡിസൈൻ കുറച്ചുകൂടെ കൂളാണ്. വലിയൊരു ക്യാമറ മോഡ്യൂളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ IPS LCD ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 662 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ്, 6000 mAh ബാറ്ററി ഒക്കെ കാണും. സോ ഞാൻ പറഞ്ഞതുപോലെ Redmi 9 പവറിൻ്റെ ഒരു റീബ്രാൻഡഡ് ഫോണാണ് പോക്കോൻ്റെ പോക്കോ M3. ബാക്ക് കവറിൽ വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ Redmi 9 പ്രൈമിൻ്റെ ഒരു റീബ്രാൻഡഡ് ഫോൺ ആയിരുന്നല്ലോ പോക്കോ M2. പക്ഷേ Redmi 9 പ്രൈം 4GB ആയിരുന്നു, പോക്കോ M2 6GB ആയിരുന്നു. അതേ രീതിയിൽ ഇവിടെയും 4GBൻ്റെയും 6GBൻ്റെയും കളിയായിരിക്കും. സോ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിലുള്ള യൂസേഴ്സിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം Redmi എക്സ്ക്ലൂസീവ്ലി ഓൺ ആമസോൺ ആണ്. ആമസോൺ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആണ് ഷവോമിൻ്റെ Redmi സീരീസ്. ഫ്ലിപ്കാർട്ടിലുള്ള ഒരു യൂസർ ബേസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ പോക്കോൻ്റെ. അതുകൊണ്ടാണ് മിക്ക എല്ലാം Redmi ഫോൺസ് പോക്കോ ഫോണായിട്ട് ഫ്ലിപ്കാർട്ടിൽ വരുന്നത്. സോ അതാണ് മെയിൻ റീസൺ. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പോക്കോ ഫോൺസ് ജനറലി നല്ല വാല്യൂ ഫോർ മണി ഫോൺസ് ആണ്. അതുകൊണ്ടാണ് ഒരുപാട് സെയിൽസ് കിട്ടുന്നത്. നെക്സ്റ്റ് ബ്രാൻഡാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബ്രാൻഡായ മൈക്രോമാക്സ്. അങ്ങനെ സോളിഡ് പ്രൂഫ് അല്ലെങ്കിൽ സോളിഡ് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം രാഹുൽ ശർമ്മ പറഞ്ഞൊരു സംഭവമാണ്, ഇപ്പം ഇതുവരെ ലോഞ്ച് ചെയ്തത് 10,000 താഴെ, പിന്നെ 11,000 12,000 ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസ് ആണ്.
പക്ഷേ 15,000-ഉം 20,000 ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഫോൺസ് വരും, തീർച്ചയായിട്ടും വന്നിരിക്കും. എന്തായാലും മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സർ ആയിരിക്കും. കാരണം ഇനീഷ്യൽ ഫേസിൽ നമ്മുടെ മൈക്രോമാക്സ് പ്ലസ് മീഡിയ ടെക്കിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഈ ഒരു ലോഞ്ചിങ് നടക്കുന്നത്. സോ ഈ രണ്ട് ഫോൺസിനും, ഈ രണ്ട് പ്രൈസ് റേഞ്ചുള്ള ഫോൺസിലും മിക്കവാറും മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സർ ആയിരിക്കും. പിന്നീട് നമുക്ക് സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറുള്ള മൈക്രോമാക്സ് ആയി കാണാൻ കഴിയും. സോ 15,000 റേഞ്ചുള്ള ഫോണിൽ മിക്കവാറും G95 പ്രൊസസ്സർ ആയിരിക്കും. 20,000 റേഞ്ചിലുള്ള ഫോൺസിൽ എനിക്ക് തോന്നുന്നത് ഡയമൻസിറ്റി പ്രൊസസ്സർ ആയിരിക്കും. സോ മിക്കവാറും ഡയമൻസിറ്റി 800 U820 ആ ഒരു പ്രൊസസ്സർ ആയിരിക്കും. ലിക്വിഡ് കൂളിംഗ്, ഹൈ റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതൊക്കെ ഉണ്ടാകും എന്നാണ് മൈക്രോമാക്സ് പറയുന്നത്. ഹിൻഡ് ചെയ്തിട്ടുള്ളൂ. അടുത്ത മാസം ചിലപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നേക്കാം, ചിലപ്പോൾ ലോഞ്ച് നടന്നേക്കാം, നമുക്ക് അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ എല്ലാ മാസം 2-3 ഫോൺസ് വെച്ച് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ ഇപ്പം കോൾഡാണ്. എനിക്ക് തോന്നുന്നത് നവംബർ ഡിസംബറിൽ വലിയ ഒരു ഫോൺ പോലും ഇറങ്ങിയില്ലെന്ന് തോന്നും. ആ ഒരു ബ്രാൻഡാണ് നമ്മുടെ റിയൽമി. സോ റിയൽമി ഈ വർഷം ഇഷ്ടം പോലെ ഫോൺസാണ് ഇറക്കിയത്. പക്ഷേ അവസാനത്തെ 2 മാസം നവംബർ ഡിസംബർ ഒന്നും വന്നില്ല റിയൽമിയുടെ സൈഡിൽ നിന്ന്. മേജർ ഫോൺസ് ഒന്നും വന്നില്ല. നമ്മളെല്ലാവരും വിചാരിച്ചത് റിയൽമിയുടെ X7 സീരീസ് ഡിസംബറിൽ വരും. പക്ഷേ അതിനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. ചിലപ്പം ഇനി ഡിസംബർ ലോഞ്ച് നടന്നേക്കാം. ഡിസംബർ ലാസ്റ്റ് വീക്ക് ആയി എന്ന് തോന്നുന്നു. എന്തായാലും 31st മുമ്പായിട്ട് ലോഞ്ച് നടക്കാനുള്ള സാധ്യത കുറവാണ്. സോ നമുക്ക് ജാനുവരി തന്നെ എടുക്കാം. ജാനുവരിയിൽ എന്തായാലും കാണും. കാരണം ഇപ്പം ഈ ഇങ്ങനെ പിടിച്ചോണ്ട് അങ്ങനെ പിടിച്ചോണ്ട് ഒരുപാട് ടീസേഴ്സൊക്കെ ഇറക്കുന്നുണ്ട് ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും. X7 സീരീസിനെ കുറിച്ചുള്ള ടീസർ ഫോട്ടോസ് തീർച്ചയായിട്ടും അടുത്ത മാസം ജാനുവരിയിൽ ഉറപ്പായിട്ടും X7 സീരീസ് നമുക്ക് കാണാൻ കഴിയും. X7 സീരീസിൽ 2 ഫോൺസാണ്, X7ഉം X7 Proയും രണ്ടും വരും, ഉറപ്പാണ്. ഇതിൻ്റെ X7 Proവിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 120 Hz സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ്, ഡയമൻസിറ്റി 1000+ ആണ് ചിപ്സെറ്റ്, 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ്, 4500 mAh ബാറ്ററി, 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ്. നല്ല സ്പെസിഫിക്കേഷൻസ് ഉള്ള 2 ഫോൺസാണ് X7 Proയും. പ്രൈസ് റേഞ്ച് 20,000-25,000 ആയിരിക്കും X7ൻ്റെ. 25,000 to 30,000 ആയിരിക്കും X7 Proൻ്റെ. X7 Pro ഓൾറെഡി തായ്ലൻഡിൽ ലോഞ്ച് ചെയ്ത ഫോണാണ്. 38,000-40,000 രൂപയായിരുന്നു. സോ എല്ലാവരും പേടിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ ആ പ്രൈസിലായിരിക്കുമോ എന്ന്. പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. 30%, നോർമലി തായ്ലൻഡ് പ്രൈസ് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 30% കുറവായിരിക്കും ഇന്ത്യയിൽ വരുന്ന പ്രൈസ്. സോ അങ്ങനെ നോക്കുമ്പോൾ മിക്കവാറും 30,000 താഴെയായിരിക്കും വരുന്നത് നമ്മുടെ റിയൽമി X7 Pro. നെക്സ്റ്റ് ബ്രാൻഡാണ് സാംസങ്. ഫോൺ സീരീസ് ആണ് സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയ സാംസങ് ഗാലക്സി S21 സീരീസ്. ഇതിനെക്കുറിച്ച് ഇനിയൊന്നും വരാൻ ബാക്കിയില്ല, എല്ലാം വന്നു കഴിഞ്ഞു. സ്പെസിഫിക്കേഷൻസ് ഫോട്ടോസൊക്കെ പോട്ടെ, ഇൻ ഹാൻഡ് ലൈവ് വീഡിയോ പോലും വന്നിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഒരു ലീക്സ് ഒക്കെ ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞാൽ കമ്പനി തന്നെ ഇത് അയച്ചു കൊടുക്കും, എന്നിട്ട് പറയും ലീക്ക് ചെയ്തോളൂ, കാരണം അത് നമുക്ക് ഇച്ചിരി ബിൽഡപ്പും ഹൈപ്പൊക്കെ വേണം. ചിലപ്പോൾ അങ്ങനെ ആവാം, നമുക്കറിയില്ല. എന്തായാലും സാംസങ് ഗാലക്സി S21 സീരീസിനെ കുറിച്ചുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും പുറത്ത് വന്നിട്ടുണ്ട്. നല്ല ടോപ്പ് ക്ലാസ് സ്പെസിഫിക്കേഷൻസുമായിട്ടാണ് വരാൻ പോകുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു നിരാശയുണ്ട്, ഇന്ത്യയിൽ വരുമ്പം എക്സിനോസ് ചിപ്സെറ്റ് ആയിരിക്കും. പക്ഷേ ഇത്തവണ വരുന്ന എക്സിനോസ് ചിപ്സെറ്റ് നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണെന്ന് കേൾക്കുന്നുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് ചില റിപ്പോർട്ടിൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 മേളിലാണ് കാണിക്കുന്നത്. അതിനേക്കാളും ബെറ്റർ പെർഫോമിംഗ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ചിലത് പറയുന്നത് ഈക്വലാണ്, ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് താഴെയാണ്. സോ എന്തായാലും നമുക്കറിയില്ല. ഇത് വന്നു കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ട് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞൊരു റിവ്യൂവേഴ്സ് റിപ്പോർട്ട് അല്ലെങ്കിൽ യൂസർ റിപ്പോർട്ട് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കറക്റ്റ് ഇതിൻ്റെ പെർഫോമൻസ്. പക്ഷേ സ്റ്റിൽ നല്ല രീതിയിൽ പെർഫോമിങ് ഈ വർഷത്തെ എക്സിനോസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും സാംസങ്ങിൻ്റെ എക്സിനോസ് 2100. ഈ വർഷം ഇറങ്ങിയ സാംസങ് S20 സീരീസിൽ വന്നതുപോലെ നെക്സ്റ്റ് ഇയറും സാംസങ് S21 സീരീസിൽ 3 ഫോൺസ് ഉണ്ടാവും. S21, S21 Plus, പിന്നെ S21 Ultra ആണ്. S21 Ultra'യിൽ S Pen ഉണ്ടാവും എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡിസൈനിൽ ആ ഒരു S Pen വെക്കാനുള്ള സ്ലോട്ടൊന്നും കാണുന്നില്ല. ചിലപ്പോൾ ഹിഡൻ ആയിരിക്കും, നമുക്കറിയില്ല, നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ മറ്റൊരു വാർത്തയാണ്, 3 ഫോൺസിലും പോളി കാർബണേറ്റ് ബാക്ക് ആയിരിക്കും. അതിൻ്റെ അർത്ഥമാണ് പ്ലാസ്റ്റിക് ബാക്ക് ആയിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ന്യൂസ് വരുന്നുണ്ട്. ആപ്പിൾ അതെടുത്ത് മാറ്റില്ല, ചാർജിങ് ബ്ലോക്ക്. സാംസങ്ങും എടുത്ത് മാറ്റും എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ആപ്പിൾ ഈ ഡിസിഷൻ എടുത്തപ്പോൾ അതിനെ കളിയാക്കിയിട്ടുള്ള ഒരു പോസ്റ്റ് സാംസങ് ഇട്ടിരുന്നു. ഓക്കെ, നമ്മുടെ ഫോൺസിൽ അത് വരുന്നുണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ ആ ഒരു സംഭവം, ആ ഒരു പോസ്റ്റ് സാംസങ് എടുത്ത് മാറ്റി, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈയിടെയാണ് ഡിലീറ്റ് ചെയ്തത്. സോ എനിക്ക് എന്തോ സംഭവം നടക്കുന്നുണ്ട് മിക്കവാറും. എനിക്ക് തോന്നുന്നത് S21 സീരീസിൽ ചിലപ്പം ചാർജിങ് ആ ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. മെയിൻ സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ 120 Hz സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആയിരിക്കും, സ്നാപ്ഡ്രാഗൺ 888/Exynos 2100, 108 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ്, 4500 mAh ബാറ്ററി. ജാനുവരിയിൽ സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് ഫോൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സാംസങ്ങിൻ്റെ M12 അല്ലെങ്കിൽ M12S
വളരെ ബേസിക് സ്റ്റാർട്ടിംഗ് ലെവൽ ബഡ്ജറ്റ് ഫോണാണ്. സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ HD+ ഡിസ്പ്ലേ ആണ്, Exynos 850 ആണ് വരുന്നത്. 13 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. പക്ഷേ ബാറ്ററി 7000 mAh ആണ്. സോ നമ്മൾ ഈയിടെ ഇറങ്ങിയ M51 ഫസ്റ്റ് ടൈം 7000 mAh ബാറ്ററി കണ്ടത്. സോ ഈ ഒരു ഫോണിലും 7000 mAh ബാറ്ററി ഉണ്ട്, പക്ഷേ ഒരു ബഡ്ജറ്റ് ഫോണാണ്. നെക്സ്റ്റ് ബ്രാൻഡാണ് ഓപ്പോ. ഫോൺസ് ആണ് ഓപ്പോയിൻ്റെ ഓപ്പോ Reno 5 സീരീസ്. Reno 5ഉം Reno 5 Pro ആയിരിക്കും. രണ്ട് ഫോൺസും 5G ഫോൺസ് ആയിരിക്കും. ക്യാമറ സെൻട്രിക് ഫോൺസ് ആണ് ഓപ്പോ Reno സീരീസ്. കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ ഓപ്പോ Reno 4ഉം 4 Proൻ്റെ നല്ല ഫോൺസ് ആയിരുന്നു, പക്ഷേ ചെറിയ രീതിയിൽ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. സോ ഇത്തവണ ഏത് പ്രൈസിലാണ് ഇറക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം, അറിയില്ല. കൺഫേംഡ് ആയ ലീക്സും റിപ്പോർട്ട്സ് ഒന്നും വന്നിട്ടില്ല. റൂമേർഡ് സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 90 ഹെർട്സിൻ്റെ സൂപ്പർ ആംബുലൻസ് ഡിസ്പ്ലേ ഉണ്ടാവും. സ്നാപ്ഡ്രാഗൺ 765G അല്ലെങ്കിൽ ഡയമൻസിറ്റി 1000+ ആയിരിക്കും. 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ്, 4300 അല്ലെങ്കിൽ 4500 mAh ബാറ്ററി, 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഒക്കെ വരും. നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്? താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.